ശശി രാവിലെ തൊട്ട് വാർത്തയിൽ നിങ്ങളാണ് നിൽക്കുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാരെ നിങ്ങൾ സമീപിച്ചുവെന്നും സീറ്റിൽ മത്സരിക്കാൻ അഭ്യർത്ഥിച്ചുവെന്നും വാർത്ത വരുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കും? അല്ല, KPCCയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെയാണ് സംസാരിച്ചിരുന്നു. ഞാൻ എല്ലാ പാർട്ടിയുടെ നേതാക്കളായിട്ടും സൗഹൃദം ഉള്ള ആളാണ്. സ്വാഭാവികമായിട്ട് സംസാരിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഞാനൊരു തീരുമാനം അറിയിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് തുടരുകയാണ്. ആ നിലയ്ക്ക് തന്നെയാണ് എൻ്റേതൊരു ഇടതുപക്ഷ മനസ്സുള്ള കുടുംബമാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. ആ ഇടതുപക്ഷ ആഭിമുഖ്യം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലും ഇടതുധാരയുണ്ട്, കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഇടതുധാരകളുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും പണ്ട് MN വിജയൻ പറഞ്ഞൊരു വാക്കുണ്ട്, മൂല്യച്യുതി സംഭവിച്ചാൽ പാർട്ടി ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം മൂല്യച്യുതികൾക്കെതിരായിട്ട് പാർട്ടിക്കകത്തും പുറത്തും നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടെയാണ് ഞാൻ ഇപ്പോഴുള്ളത്. എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് പോയിട്ട് ഒരു 12 കൊല്ലമായി പുറത്താക്കിയിട്ട്. ഞാനൊരു 4 അപ്പീൽ കൊടുത്തു തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ആ കൊടുത്ത അപ്പീലിലൊരു മറുപടിയും എനിക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എനിക്കറിയില്ല. ഇപ്പോഴും എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ് ഞാൻ. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതിന് ശേഷം ഞാൻ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ ചെയ്തത്. എൻ്റെ ഒരു സഖാവായിട്ടുള്ള പഴയ SFI സഖാവിൻ്റെ കമ്പനിയിലേക്ക് പോയി. അതിനുശേഷം അവിടെ പ്രതിസന്ധി വന്നു. പിന്നീട് വേറൊരു കമ്പനിയിലേക്ക് ഞാൻ മാറി. അവിടെയും കുറച്ച് പ്രതിസന്ധി വന്നു. പിന്നെ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. എൻ്റെ മുത്തശ്ശിയുടെ മരണം, അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം. അങ്ങനെ ഞാൻ ഏക മകനായതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ തലയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുറേ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേരളത്തിൽ തന്നെ നിൽക്കുകയാണ്. കുടുംബം തിരുവനന്തപുരത്താണ്. ഞാൻ സെറ്റിലായിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ ഞാനിവിടെ പാലക്കാട് എൻ്റെ നാടായതുകൊണ്ടും കുറേ ആക്ടിവിറ്റീസ് എനിക്ക് ഇവിടെ ഉള്ളതുകൊണ്ടും ഞാനിവിടെ പാലക്കാട് ഉണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായി. അതറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയുടെ ലീഡർഷിപ്പും അല്ലെങ്കിൽ പ്രവർത്തകരും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. സൗഹൃദത്തിന് രാഷ്ട്രീയമില്ലല്ലോ സ്വാഭാവികമായിട്ടും. അത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. VS പാർട്ടിക്കാരനായിട്ട് തന്നെ വിടവാങ്ങി. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? VS മഹാനായ പാർട്ടി നേതാവല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് VS ആണല്ലോ. അതിൽ 1964 പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി, രൂപീകരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന 32 പേരിൽ ഒരാളാണ് VS. അദ്ദേഹം അവസാനത്തെ ഈ 32 പേരിൽ ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് VS ആണ്. അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ 12 കൊല്ലമായി, ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ആ കാലയളവിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകളും പാർട്ടി സമ്മേളനങ്ങളും ഒക്കെ വന്നു. ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ആ പാർട്ടി ഇടതുപക്ഷ ആഭിമുഖ്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പാർട്ടിയിലുള്ളവർ താങ്കളോടുള്ള നിലപാടെങ്ങനെയാണ്? എല്ലാവരും കാണുമ്പോൾ സൗഹൃദം പുതുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദേഷ്യം പ്രകടിപ്പിക്കലോ എൻ്റെ അടുത്ത് ആരും ഇതുവരെ ചെയ്തതായിട്ട് ഇല്ല. മത്സരിക്കാൻ താല്പര്യമുള്ള ആളാണ് താങ്കൾ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നിലവിൽ. പറഞ്ഞല്ലോ, ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും സംസാരിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ തീരുമാനം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല.